ആദ്യമായി നമ്മൾ ഈ മത്സര രംഗത്തേക്ക് വരാനുള്ള കാരണം തികച്ചും രാഷ്ട്രീയ പ്രേരിതം. അതായത് നമ്മുടെ ഡിവിഷനിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള ആവശ്യം, 2000 കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടതു മുതൽ ഉള്ള ആവശ്യം പരിഗണിക്കാത്തതിൻ്റെ പേരിലാണ് ഡിവിഷനിലെ ലീഗ് പ്രവർത്തകരുടെ പിന്തുണയോടെ, പൂർണ്ണമായും ലീഗ് പ്രവർത്തകരുടെ പിന്തുണയോടെ ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗത്തേക്ക് കടന്നു വന്നത്. ആ വിഷയത്തെ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിഷയം അവതരിപ്പിച്ചിട്ടും ചില മാധ്യമങ്ങൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു ശക്തമായ പ്രതിഷേധം നിങ്ങളെ അറിയിക്കുന്നു. ഇനി അങ്ങോട്ട് അത്തരം ഒരു ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. ഈ മത്സര രംഗത്തേക്ക് വരാനുള്ള കാരണം തികച്ചും ജില്ലാ നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടുകളും നയങ്ങൾക്കുമെതിരെ ഡിവിഷനിലെ ലീഗ് പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ വ്യക്തമായ വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ നിങ്ങളോട് പറയാനുള്ള കാരണം, ജില്ലാ നേതൃത്വത്തിൻ്റെ അവഗണന എന്ന് പറയുന്നത് കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത് മുതൽ തുടങ്ങിയതാണ്. പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പുതിയ 2025 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലാ നേതൃത്വത്തിനോട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ചർച്ച ആരംഭിച്ചവരാണ് നമ്മളൊക്കെ. എന്നാൽ നമ്മുടെ ചർച്ചയും നമ്മുടെ വിഷയങ്ങളും കേട്ടു പോവുക അല്ലാതെ അതിനാവശ്യമായ ഒരു ഇടപെടലുകളും ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരം. അവസാന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് ഡിവിഷനിൽ വെച്ച് നടന്ന നമ്മുടെ പാർട്ടിയുടെ കൺവെൻഷനിൽ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയും മണ്ഡലം നേതാവും ഒക്കെ പങ്കെടുത്ത കൺവെൻഷനിൽ ഡിവിഷനിലെ പ്രവർത്തകർ കൃത്യമായി അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിനുശേഷം ജില്ലയിലെ ഓരോ നേതാക്കന്മാരെയും രേഖാമൂലവും നേരിട്ടും സമീപിച്ച് ഡിവിഷനിലെ ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധവും എതിർപ്പും ശക്തമായി അവതരിപ്പിച്ചിട്ടും ഒരു സാമാന്യ മര്യാദ ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ നേതൃത്വത്തിന് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ് ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ള ഡിവിഷനിലെ പ്രവർത്തകരൊക്കെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച നേതൃത്വം നമ്മുടെ ഡിവിഷനിലെ ഒരു പ്രവർത്തകരെയും ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ശക്തമായ പ്രതിഷേധം ആ സമയത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് നമ്മുടെ കൺവെൻഷൻ വിളിച്ചു കൂട്ടുകയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ 20-ാം തീയതി വ്യാഴാഴ്ച നോമിനേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോകുന്നതിനിടയിൽ ചില മാധ്യമങ്ങൾ നമ്മെ ബന്ധപ്പെട്ടു. 3ഓളം മാധ്യമങ്ങൾ നമ്മെ ബന്ധപ്പെട്ടു. ആ 3 മാധ്യമങ്ങൾക്കും നമ്മൾ ഇൻ്റർവ്യൂ നൽകി. ആ സമയത്തൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു, ജില്ലാ നേതൃത്വവുമായി ഇനി ചർച്ചയില്ല, സംസ്ഥാന പ്രതിനിധിയാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബുമായുള്ള ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. എന്നാൽ എന്നിട്ടും നമ്മുടെ ചർച്ചയുടെ തുറന്ന വാതിലുകൾ എന്ന് പറയുന്നത് നോമിനേഷൻ ടൈം വരെയാണ്. ആ നോമിനേഷൻ ടൈമിൻ്റെ അവസാന ഘട്ടം വരെ തുറന്ന വാതിലുകൾ വെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് നോമിനേഷൻ്റെ അവസാന സമയം, ആ സമയം വരെ ജില്ലാ നേതൃത്വം ഒരാളും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ചില കോണുകളിൽ നിന്ന് ഒറ്റപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായി എന്നല്ലാതെ ഔദ്യോഗികപരമായി ഒരു നീക്കങ്ങളും ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നോമിനേഷൻ നൽകി, വെള്ളിയാഴ്ച നോമിനേഷൻ നൽകി. അവസാന സമയമാവുമ്പോൾ 2:30-യുടെയും 2:45-ൻ്റെയും ഇടയിൽ ഒരു ജില്ലാ നേതാവ് നമ്മളെ ബന്ധപ്പെട്ടു, നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു, ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല. കാരണം എന്താ, നോമിനേഷൻ 3 മണിക്ക് അവസാനിക്കുകയാണ്. ഇനി എന്ത് ചർച്ച ചെയ്താലും
മാറ്റിത്തിരുത്തലുകൾക്ക് എന്തുണ്ട്, പ്രയാസമുണ്ട്. ഇനി ചർച്ച മുന്നോട്ട് പോയത് കൊണ്ട് എന്തില്ല, വലിയ കാര്യമില്ല, പല വാതിലുകളും അടക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തോട് കൃത്യമായി നമ്മൾ പറയുകയുണ്ടായി. ഇത് ഈ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കാനുള്ള കാരണം, ജില്ലാ നേതൃത്വം ഇന്നും നമ്മുടെ പ്രവർത്തകരെയൊക്കെ പറയുന്നത് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നാണ്. ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചർച്ചയുടെ അജണ്ടയുണ്ടാവും അല്ലെ. നമ്മളെ ആരാണോ ചർച്ച വിളിക്കുന്നത് അവർ ഇന്ന അജണ്ടയിലാണ് നമുക്ക് ചർച്ച എന്നുണ്ടാവും. അജണ്ട പറയാൻ തയ്യാറാവുന്നില്ല, ചർച്ചയുടെ നീക്കങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോവുക എന്ന് പറയുന്നത് ശരിയായ ഏർപ്പാടല്ല, അതൊരു മാന്യമായ ഇടപാടല്ല എന്ന് നമ്മുടെ നേതൃത്വം ചർച്ച ചെയ്ത്, കാരണം അതും വിളിച്ചത് നേതൃത്വം എന്നല്ല, ചില കോണുകളിൽ നിന്ന്, ഒറ്റപ്പെട്ട കോണുകളിൽ നിന്ന് വിളിച്ചോ, അതും ഔദ്യോഗികപരമല്ലാത്തതുകൊണ്ട് ആ ചർച്ചയായിട്ടൊന്നും നമ്മൾ എന്തായിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അവസാന നോമിനേഷൻ നൽകുമ്പോൾ ടൈമിന്റെ അവസാന സമയത്താണ് ഒരു ജില്ലാ നേതാവ് വിളിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പല വാതിലുകളും അടക്കപ്പെട്ടു, ഇനി നമുക്ക് ചർച്ച മുന്നോട്ട് പോയതുകൊണ്ടില്ല, നമുക്ക് കാര്യമായ ചർച്ച മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ആ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ചർച്ചയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്നാലും നോമിനേഷൻ പിൻവലിക്കുന്ന അവസാന സമയം വരെ നമുക്ക് ടൈമുണ്ട്. പക്ഷേ അതിനിടയിൽ ഒരു ദുഃഖകരമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മുടെ പത്രിക തള്ളിക്കാൻ വരെ അവർ ശ്രമിച്ചു. നമ്മുടെ പത്രിക 3 മണിവരെ അവർക്ക് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി സമയം കൊടുത്തു. എന്നാൽ അതൊന്നും തെളിവുകളൊന്നും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത്, നമ്മളുമായി നല്ല സമീപനത്തിൽ വിഷയം തീർക്കാനാണ് അവരുടെ താല്പര്യമെങ്കിൽ അത്തരം നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പൊ നമ്മളെങ്ങനെയെങ്കിലും അവരുടെ ഭയപ്പാട് കാരണത്താലായിരിക്കാം, തോൽവി ഭയപ്പെട്ട കാരണത്താൽ എങ്ങനെയെങ്കിലും തള്ളിക്കാം എന്നതായിരിക്കാം അവരുടെ ലക്ഷ്യം. അവിടെയും അവരെന്തായി, ആ സമയത്ത് നമ്മുടെ പത്രിക തള്ളുന്ന നീക്കി വച്ചപ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. ആ അഡ്വക്കേറ്റിന്റെ ആ സമയത്തുള്ള പേരൊന്നും നമുക്കറിയില്ല. അവിടെ നോമിനേഷൻ വരുമ്പോൾ അഡ്വക്കേറ്റുമാരൊക്കെ അവിടെ ഉണ്ടാവും, നിങ്ങൾക്കറിയാലോ. അവിടെ വന്ന ഒരു അഡ്വക്കേറ്റുമായി നമ്മൾ സംസാരിച്ചു. ആ അഡ്വക്കേറ്റ് വിനയപൂർവ്വം അത് കേട്ടു. നമ്മുടെ കൂടെ എന്തായി, അവസാന സമയം വരണാധികാരി മുന്നേ എൻ്റെ വക്കാലത്തും ഏറ്റെടുത്ത് അഡ്വക്കേറ്റ് എന്തായി അവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്ന അതും രാഷ്ട്രീയ പ്രേരിതമാണ്, ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ആക്ഷേപിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ ആ അഡ്വക്കേറ്റിന്റെ പേര് വരെ നമുക്കറിയില്ല. എഴുതുന്ന സമയത്താണ്, വക്കാലത്ത് എഴുതുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പേര് വരെ. അവിടെ വന്ന ഭരണാധികാരി മുമ്പാകെ മറ്റൊരു വിഷയങ്ങൾക്ക് ഹാജരായ ഒരു അഡ്വക്കേറ്റിനെയാണ് നമ്മുടെ മുന്നേ ഒരു നിയമോപദേശകൻ എന്ന രീതിയിൽ നമ്മൾ ഇരുത്തിയത്. അതിനെപ്പോലും കൺവെൻഷൻ വിളിച്ചിട്ട് അവര് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞത് ഇത് മറ്റൊരു തരത്തില് രാഷ്ട്രീയ ഇടപെടലുകളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. അതൊക്കെ കൃത്യമായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതിയിലേക്കോ കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ വോട്ടിംഗ് ധാരണയിലേക്കോ ഒന്നും നീങ്ങിയിട്ടില്ല. അങ്ങനെ നീങ്ങേണ്ട ആവശ്യം നമുക്കില്ല. കൃത്യമായ വോട്ട് ബാങ്ക് വെച്ചുകൊണ്ട് തന്നെ, വോട്ട് നില വെച്ചുകൊണ്ട് ജയിച്ചു കയറും എന്നുള്ള കൃത്യമായ ഉറപ്പോടും വിശ്വാസത്തോടു കൂടി തന്നെയാണ്, ഒരു നീക്കുപോക്കുകളില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നീക്കുപോക്കുകളും ഇല്ലാതെ കൃത്യമായി നമ്മുടെ ഭാഗം വെച്ച്, നമ്മുടെ ന്യായം വെച്ച്, ജില്ലാ നേതൃത്വം നമ്മളെ അവഗണിച്ചതിനെതിരെ ആ ഒരു പ്രതിഷേധം വെച്ച് ഡിവിഷനിലെ ലീഗ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ചർച്ചകളും ആക്ഷേപങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ തെറ്റിദ്ധാരണാജനകമാണ്. അതൊക്കെ അവരുടെ ഭാഗത്തിന് ഭയപ്പാടിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് കൃത്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.